ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലി വസല്ലിം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹക്കൂട്ടിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ഇന്നും നമ്മോടൊപ്പം ഈ സ്നേഹക്കൂടിൽ പങ്കുചേരുന്നത് ബഹുമാനനായ സയദ് സാറാണ്. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താവ് ബന്ധം ഏറ്റവും ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അവിടെ സെക്ഷൽ ലൈഫിൽ പരാജയം സംഭവിക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത് ഒരു ഹെൽത്തി സെക്സ് കൊണ്ട് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്. സർ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 2-3 എപ്പിസോഡുകൾ നമ്മളൊരു സെക്ഷൽ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്ന കേസുകളുടെ എണ്ണം കുറക്കാനുള്ള മാർഗ്ഗമാണ്. സമൂഹം ഏറ്റവും ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു പ്രയോജനവും പ്രാർത്ഥനയൊക്കെ നമുക്ക് കിട്ടും, ഉപകാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നില്ല, യാതൊരു സംശയവുമില്ല. ഇന്ന് യഥാർത്ഥ നല്ലൊരു സംതൃപ്തമായ സെക്ഷൽ ലൈഫ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുടുംബത്തിലും അതുപോലെ തന്നെ ഭാവി ജീവിതത്തിലൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവില്ലേ? ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ചർച്ച ഒന്ന് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ട ഘടകങ്ങൾ, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു മേഖല നമുക്ക് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ബിസ്മില്ലാ. ഇവിടെ ദാമ്പത്യ ജീവിതം മനോഹരമാക്കുക, സന്തോഷമുള്ളതാക്കുക, സമാധാനമുള്ളതാക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അതെ. അപ്പോൾ സമാധാനപൂരിതമായ ഒരു ദാമ്പത്യം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ബാക്ക് ബോണാണ് ഹെൽത്തി സെക്സ് എന്നുള്ളത്. ഊഷ്മളമായ വൈവാഹിക ജീവിതത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ബാക്ക് ബോൺ, നട്ടെല്ല് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള സെക്സ്വൽ ലൈഫാണ്. അപ്പോൾ ഈ ആരോഗ്യമുള്ള ഹെൽത്തിയായ സെക്സ്വൽ ലൈഫ് നയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. ആ ബെനഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ബെനഫിറ്റ്സ് ഉള്ള കർമ്മമാണോ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ സസ്റ്റിനൻസിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, പ്രോക്രിയേഷന് വേണ്ടി, പ്രജനനത്തിന് വേണ്ടി നിയോഗിച്ചത്, സ്ഥാപിച്ചത് എന്ന് നമ്മൾ അത്ഭുതപ്പെടും. അതിലൊന്ന്, നമ്മുടെയൊക്കെ ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, പ്രതിരോധ ശേഷിയുണ്ട്, അല്ലേ? ഇപ്പോൾ രോഗം ഉണ്ടാവുക എന്നുള്ളത്, രോഗം എന്തുകൊണ്ടുണ്ടാകുന്നു? അതിനെ തടയുന്ന ഒരു സിസ്റ്റം, ഒരു റീക്യൂപ്പറേറ്റീവ് സിസ്റ്റം, ഇംഗ്ലീഷിൽ പറയുക ഒരു പ്രതിരോധ സംവിധാനം നമ്മുടെ സ്വന്തം ശരീരത്തിൽ അള്ളാഹു റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ശരീരം സ്വയം ചികിത്സിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, പ്രതിരോധ സംവിധാനത്തെ കാര്യക്ഷമമാക്കുന്നതിൽ സെക്സ്വൽ ഹെൽത്തിന് വലിയ പങ്കുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും നല്ല ഹെൽത്തി സെക്സ് നടക്കുന്നതോടുകൂടി ശരീരത്തിലെ ഈ പ്രതിരോധ സംവിധാനം ഉണരും. അതായത് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ സൂപ്പറായിരിക്കും. അതായത് ശരീരത്തിൽ രോഗം ഏശൂല എന്നർത്ഥം. അത്ര സൂപ്പറായിട്ടുള്ള ഒരു പെർഫോമൻസ് ശരീരം സ്വയം സംവിധാനിക്കും. കാരണം ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടും. ബ്ലഡിൻ്റെ സർക്കുലേഷൻ്റെ തടസ്സമാണ് പല രോഗങ്ങളും ഉണ്ടാക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ ഈ പ്രോസസ്സ് നിർവഹിക്കപ്പെടണമെങ്കിൽ ശരിയായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ വേണം. അപ്പോൾ ശരീരത്തിന് ഒരു വലിയ ബെനഫിറ്റാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നതൊക്കെ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ട്, അല്ലേ? ഹോർമോൺ എന്ന് പറഞ്ഞാൽ പുരുഷനിലുണ്ട്, സ്ത്രീയിലുണ്ട്. ഈസ്ട്രജൻ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിക്കപ്പെടണം. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ പുരുഷന് ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഇതിൻ്റെ ഒരു ബാലൻസിങ്, എല്ലാത്തിനും ഒരു തുലനാവസ്ഥ ഉണ്ടല്ലോ. ഈ പ്രപഞ്ചത്തെ അള്ളാഹ് സംവിധാനിച്ചിരിക്കുന്നത് ഒരു തുലനാവസ്ഥയിലാണ്. നമ്മുടെ ശരീരത്തെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ലെവലുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവുണ്ട്. ഇന്ന് കോവിഡ് വന്നപ്പോഴാണ് നമുക്ക് ഓക്സിജൻ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ബോധ്യമായത്. എല്ലാം ഒരു ബാലൻസിലാണ് അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണും പുരുഷ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണും ഒരു തുലനാവസ്ഥയിൽ പോകുക എന്നുള്ളത്, ബാലൻസ്ഡ് ആവുക എന്നുള്ളതിൽ ഈ ഹെൽത്തി സെക്സിന് വലിയ പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇതൊക്കെ
മതപരമായിട്ടും നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ. ഇതൊക്കെ ബന്ധപ്പെടുമ്പോൾ ശരീരത്തിന് ഉന്മേഷവും ഉത്തേജനമൊക്കെ കിട്ടും എന്നുള്ളത്. അതായത് റസൂലിനോട് ചോദിക്കണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് തൻ്റെ ഭാര്യയ്ക്ക് സ്നേഹത്തോടു കൂടി ഒരു ഉരുള ചോറ് അല്ലെങ്കിൽ ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. പിന്നെ സെക്സ് ചെയ്താലും ഭാര്യനോട് ലൈംഗിക ബന്ധം ഹലാലായ രൂപത്തിൽ ചെയ്താലും പ്രതിഫലമുണ്ട്. അപ്പം അതിനും പ്രതിഫലമെന്ന് ചോദിക്കുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അത് ഹറാമായി ചെയ്താൽ കുറ്റമുണ്ടോ ചോദിക്കും. ഉണ്ട്, അതിനും കൂലിയുണ്ട്. അപ്പം ഇതൊരു പുണ്യകർമ്മമാണ്. ആ അർത്ഥത്തിലാണ് നേരത്തെ ഞാൻ തീർത്ഥാടനം എന്ന് പറഞ്ഞത്. ഒരു പുണ്യകർമ്മമാണിത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം പറയണേ, അതായത് നമ്മളെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സെക്സ് എന്നുള്ള ഇൻ്റർകോഴ്സ് നടക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ കണ്ടൻ്റാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ എന്നുള്ള കെമിക്കൽ കണ്ടൻറ്റ് പെയിൻ കില്ലർ. ഇപ്പം നമുക്കറിയാലോ, വേദന സംഹാരി. ഇപ്പോൾ വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് എന്ത് ചെയ്യുന്നു? പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു. എന്നാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന പല വേദനകളെയും ഇല്ലാതാക്കുന്ന നാച്ചുറലായിട്ടുള്ള ഒരു പെയിൻ കില്ലർ എൻഡോർഫിൻ നമ്മളെ ശരീരത്തിൽ അള്ളാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്സ് പ്രോപ്പറായിട്ട് റൺ ചെയ്യുമ്പോൾ, ഏറ്റവും നല്ല രൂപത്തിലുള്ള ഹെൽത്തി സെക്സ് നടക്കുമ്പോൾ പല വേദനകളും ഇല്ലാതാവും. വേദന ഇല്ലാതാവും. ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ എന്താ? ബാക്ക് പെയിൻ അല്ലേ? അതുപോലെ ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ. സ്ത്രീകൾക്കില്ലാത്ത വേദനകളുണ്ടോ? അവരുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിലുള്ള സെക്സ്വൽ ഹെൽത്ത് എങ്ങനെയെന്നുള്ളത് കൃത്യമായ പഠനം നടത്തി കഴിഞ്ഞാൽ പലരും ഇതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പഠനമാണ് പറയുന്നത്, ഞാൻ അതൊന്നും വെറുതെ പറയല്ല. ചിലരൊന്നും ഹസ്ബൻഡുമായിട്ട് ഈ ബന്ധം തന്നെയല്ല. എന്താ കാരണം? അല്ലാഹു ആലം. എന്നാൽ ഓരോന്നിൻ്റെ ബെനഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മതപരമായിട്ടും ശാസ്ത്രീയമായും ഭൗതികമായിട്ടും ഒക്കെ ബെനഫിറ്റ്സ് ഉണ്ട്. ശാരീരികമായിട്ടും. നാലാമത്തെ ഒരു കാര്യം, ഞാൻ ഉപചോദ്യങ്ങൾ അധികം ചോദിക്കാതെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പം നമുക്കറിയാം കാർഡിയോ വസ്കുലർ ഹെൽത്ത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു അല്ലേ? ഈ ഹാർട്ട് ഡിസീസ് എന്തുകൊണ്ടായിരിക്കും? പണ്ടുള്ളവർക്ക് ഉണ്ടായിരുന്നോ? കുറവായിരുന്നു. ഇന്ന് ടെൻഷൻ കൂടുതലാണ്, ആങ്സൈറ്റി കൂടുതലാണ്, സ്ട്രെസ്സ് കൂടുതലാണ്. കുടുംബത്തിലുണ്ട്, ജോലിസ്ഥലത്തുണ്ട്, സമൂഹത്തിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ, മനസ്സിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കാർഡിയോ ഹെൽത്ത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യമാണെന്ന് പഠനങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. അതായത് ഈ ഇറക്ഷൻ നടക്കുമ്പോൾ, ലിംഗം ഉദ്ധരിക്കപ്പെടുമ്പോൾ ഉദ്ധാരണത്തിന് എന്ത് വേണം? ബ്ലഡ് സർക്കുലേഷൻ വേണം. വല്ലാത്ത ഒരു അത്ഭുതമാണത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ അത്ഭുതമാണ്. ആ ബ്ലഡ് സർക്കുലേഷന് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുക ഒന്നിലേക്ക്, അപ്പോഴേ അത് വർക്ക് ചെയ്യുള്ളൂ. അതായത് യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാം നിർത്തിവെച്ചിട്ട് ഈ പ്രക്രിയക്ക് വേണ്ടിയിട്ട് എല്ലാ സന്നാഹങ്ങളും ഒരുക്കപ്പെടുകയാണ്. അതാണ് അവിടേക്ക് ഉദ്ധാരണം നടക്കുന്നത് അല്ലേ? ആ ഉദ്ധാരണം നടക്കുമ്പോൾ കോൺസെൻട്രേഷൻ സൂപ്പറാവും, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. കാരണം ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ അവിടെ ഡെഡായ സെൽസ് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുമോ? ഇല്ല. അത് എനർജറ്റിക് ആവുകയാണ്. സ്വാഭാവികമായിട്ട് ശരീരത്തിലുള്ള ഒരു റിലാക്സേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യം, ഈ ബ്ലഡിൻ്റെ പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ കുറക്കും. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. ഇതുകൊണ്ടുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ്. ബ്ലഡ് സർക്കുലേഷൻ നടന്നാൽ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളുടെയൊക്കെ അല്ലേ, രോഗങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവരോട് കാര്യമായിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു സംഗതി എന്താണ്? നിങ്ങൾ സെക്സ്വൽ കോണ്ടാക്റ്റിന് വല്ലാതെ അല്ലേ? കാരണം ഇതൊരു നല്ല ഹെവി ഇതുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ അതിന് മാനസികമായി സന്നദ്ധതയും ശാരീരികമായിട്ടുള്ള സന്നദ്ധതയും ഉണ്ടാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ തൗഫീക്കോട് കൂടി ഏറ്റവും നല്ല രൂപത്തിൽ തന്നെയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ആണും പെണ്ണും ഉഭയകക്ഷി സമ്മതത്തോടുകൂടി താല്പര്യത്തോടുകൂടി വലിയ ആ ഒരു നല്ല മൂഡിലേക്ക്, അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, ഇവർ തമ്മിൽ ആദ്യം ഉണ്ടാവേണ്ടത് മ്യൂച്വൽ ഇൻറ്റിമസിയാണ്. പാരസ്പര്യം ഉണ്ടാവണം, ആത്മബന്ധം വേണം, അവർ പരസ്പരം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അങ്ങനെ വലിയ ഒരു താല്പര്യത്തിൽ രണ്ടുപേരും വരുമ്പോൾ അവിടെ പോസിറ്റീവ് ഹോർമോൺസാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. എന്നാൽ ഒരാൾ നോ പറയുന്നു, മറ്റേ ആൾ പിന്നെ എന്താണ് ഫോഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ റേപ്പാണ് നടക്കുക.
രണ്ടുപേരും ഇഷ്ടത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, താല്പര്യത്തോടുകൂടി ഒരു വലിയ കർമ്മം, അല്ലേ, എൻ്റെ ഭർത്താവായിട്ട് ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എനർജിയാണ് കിട്ടുന്നത്. നാളെ ദഅവത്തിന് അദ്ദേഹം പോകുമ്പോൾ എൻ്റെ ഭർത്താവിനെ ഞാൻ സംതൃപ്തിപ്പെടുത്തുന്നത് മുഖേന അദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്ട്രോങ് ആവുകയാണ്, അല്ലേ. അപ്പോൾ അതിന് ഈ സഹകരിച്ച് ആ സഹാബി വനിതയുടെ ചരിത്രം എന്താ നമുക്ക് നൽകുന്ന മെസ്സേജ്? അപ്പോൾ കളിയാക്കുകയാണ് പലരും, അല്ലേ. സ്വന്തം മകന് മരിച്ചു കിടക്കുന്ന സമയത്ത് അവിടെ സെക്സ് ചെയ്തു എന്ന്. എന്തായിരിക്കും അതിൻ്റെ മോട്ടിവേഷൻ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന പാഠെന്താ? ഭർത്താവിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു, ഭർത്താവിനെ പരമാവധി സന്തോഷിപ്പിച്ചു, എന്നിട്ടാണ് ആ ഭാര്യ ആ കാര്യം അവിടെ ഉണർത്തിയത്. അപ്പോൾ സെക്സ്വൽ ഇൻറ്റിമസി അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ ബന്ധത്തിലുണ്ടായ കുട്ടിയെക്കുറിച്ചാണ് ചരിത്രം പറയുന്നത്, അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് വലിയ മെസ്സേജ് ഇല്ലേ? നിങ്ങളുടെ സംസാരത്തിനിടയിൽ ഇതിനിടയിൽ പറഞ്ഞൊരു കാര്യം, ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ട ഒരു പുരുഷനെ സംബന്ധിച്ച് അവർക്ക് പിന്നീട് താല്പര്യമാണ് എല്ലാ മേഖലയിലും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ദഅവത്ത് മേഖലയിൽ ഇടപെടുന്ന ഒരാൾക്ക് അവർക്ക് ആ ദഅവത്തിനെ പറഞ്ഞയക്കുമ്പോൾ ആ സഹോദരിക്കും അതിൻ്റെതായ പ്രതിഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താ സംശയം? പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കാറില്ല. ഇതെന്തൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി നിർവഹിക്കുന്ന വല്ല കടമകൾ പോലെ. അത് മാത്രമല്ല സർ, ഈ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാമത്തെ ഹദീസ് എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. മനസ്സാണ്, നന്മയുടെ കേന്ദ്രം മനസ്സാണ്. ആ മനസ്സ് ശുദ്ധീകരിക്കാതെ നിഫാഖിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് സതുദ്ദേശത്തിലേക്ക് നമ്മൾ വരാത്ത കാലത്തോളം എന്തെങ്കിലും റെഡിയാവുമോ? അപ്പോൾ ആദ്യം റിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ നിയ്യത്താണ്. അവിടേക്ക് കുടുംബിനികളും ഞാനും നിങ്ങളൊക്കെ വന്നാൽ മതി. ലിമ തഖൂലൂന മാലാ തഫഅലൂൻ എന്നുള്ളതിൽ നിന്ന് മാറി നമ്മൾ ചെയ്യാത്ത നമ്മൾ പറയണ്ട, ചെയ്യുക, ഡൂ ഇറ്റ്. അവിടേക്ക് നമ്മളൊക്കെ വന്നാൽ മതി. അപ്പോൾ അള്ളാഹു അതിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്തൊരു ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് സെക്സ്വൽ ഹെൽത്ത് സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള സെക്സ്വൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ പെയിൻ റിലീഫ് നടക്കും. പെയിൻ ഉണ്ടാവില്ല, ആണിനും ഉണ്ടാവില്ല, പെണ്ണിനും ഉണ്ടാവില്ല. ഇപ്പം പലരും നല്ല ചികിത്സക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ബോർഡുകൾ കാണാം, സ്പാ, അല്ലേ. ഈ സ്പാ എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? വൃത്തികേടിനാണല്ലോ ഈ പോണത്, അല്ലേ. മസാജിങ് സെൻറ്റേഴ്സ്. ഈ മസാജിങ് സെൻറ്റേഴ്സ് എന്തുകൊണ്ടുണ്ടാവണു? ഭർത്താക്കന്മാർക്ക് കിട്ടേണ്ട ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അത് ചെയ്തു കൊടുക്കേണ്ട ആരാ? സ്വന്തം ഭാര്യ തന്നെയാണ്, അല്ലേ. ഇപ്പോൾ ഭർത്താവിന് കൈയും കാലും ഒക്കെ വേദന ഉണ്ട്, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ചെയ്തു കൊടുക്കുമ്പോൾ അവർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ ഇൻറ്റിമസി ഉണ്ടാവില്ലേ? അതല്ല ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ പല വേദനകളും ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യണം കുറേ ആളുകൾ, അല്ല അങ്ങോട്ട് കിടിഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ട് കിടിഞ്ഞു പോകണു? കിടിഞ്ഞു പോകുന്നത് അൺവാണ്ടഡായ ഒരുപാട് മെഡിസിൻ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ മരുന്നിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുകയാണ് മരുന്നിൽ. തവക്കുൽ മരുന്നിലാണ്, അല്ലേ. തവക്കുൽ മരുന്നിലല്ലല്ലോ വേണ്ടത്, അള്ളാഹുവിലല്ലേ. അപ്പോൾ പെയിൻ റിലീസ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഔഷധ മൂല്യം യഥാർത്ഥത്തിൽ ഹെൽത്തി സെക്സിനുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ തുടർച്ച പറയും. മറ്റൊന്ന് സ്ലീപ്പ് ഇമ്പ്രൂവ്മെൻറ്റ്. ഉറക്കാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്, അല്ലേ. മര്യാദക്ക് സെക്സ് നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടാൾക്കും സൂപ്പറായിട്ടുള്ള ഉറക്കം കിട്ടും, ഉറക്കിന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അത് നിങ്ങൾ ശരിക്കും ഇത് പഠനം നടത്തി കഴിഞ്ഞാൽ തെളിയിക്കപ്പെടുന്ന കാര്യമാണ്. ഹസ്ബൻഡും വൈഫും തമ്മിൽ ഏറ്റവും ഊഷ്മളമായ ദാമ്പത്യ ജീവിതം, സെക്സ്വൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ അവർക്ക് സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാവില്ല, ഉറക്കം നഷ്ടപ്പെടില്ല, നേരത്തെ ഉറങ്ങും അവർ. ഇശാ നമസ്കാരത്തിന് ശേഷം കൂടുതൽ വർത്തമാനം പറഞ്ഞിരിക്കാതെ ആ കർമ്മത്തിലേക്ക് അവർ പോവും. സുബൈക്ക് നേരത്തെ എഴുന്നേൽക്കും, തഹജ്ജുദ് നിസ്കരിക്കും, അവർക്ക് ഉറക്കം കിട്ടും. അത് വലിയ ബെനിഫിറ്റാണ്. സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയും ഡ്യൂറേഷനും നന്നാവുന്നുള്ള. ക്വാളിറ്റി ഓഫ് സ്ലീപ്പും ഉണ്ട്, ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പും ഉണ്ട്. ചിലവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ? ഡ്യൂറേഷൻ കിട്ടില്ല, ഉറങ്ങാൻ കഴിയില്ല, എന്നിട്ട് പിൽസ് കഴിക്കുകയാണ്. ഇന്ന് പല രോഗങ്ങൾക്കുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് ഡിസോർഡറുകളാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സൗണ്ട് സ്ലീപ്പ് കിട്ടാത്തതുകൊണ്ട്, നല്ല ഉറക്കം കിട്ടാത്തതുകൊണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെറിയ എന്ത് കാര്യങ്ങൾക്ക് പോയാൽ പോലും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം,
ഉറക്കം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥമായി നല്ലൊരു ഉറക്കം കിട്ടാൻ ഇതുപോലെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുമെന്നത് സത്യമാണ്. അപ്പോൾ ഇതിലൊക്കെ അല്ലേ ഒരുപാട് ബെനിഫിറ്റ് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പലപ്പോഴും നമുക്ക് അറിയണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തൊരു ബെനിഫിറ്റ് ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വിവരമില്ല അല്ലേ. ഇപ്പം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ഡയമണ്ട് ഉണ്ട്. ആ ഡയമണ്ടിൻ്റെ വാല്യൂ നമുക്കറിയില്ല. എന്നിട്ട് ഡയമണ്ട് അന്വേഷിച്ച് നമ്മൾ പുറത്തേക്ക് യാത്ര പോവുകയാണ്. നമ്മുടെ ഭാര്യ നമ്മുടെ ഡയമണ്ട് അല്ലേ, നമ്മുടെ ഭർത്താവ് നമ്മുടെ ഡയമണ്ട് അല്ലേ. അപ്പോൾ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവാനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. പക്ഷേ റിയലൈസ് ചെയ്യാനും അത് കണ്ടെത്താനും ആസ്വദിക്കാനും ഉപയോഗപ്പെടുത്താനും ഭാര്യാഭർത്താക്കന്മാർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പോൺ എഡിക്ഷനിലേക്ക് പുരുഷന്മാർ പോകുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ ലാഭത്തിൽ ഓടുന്ന കച്ചവടം ഏതാ? തീർച്ചയായും ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഏതാണ്? സെക്സിൻ്റെ സൈറ്റുകളാണ് അല്ലേ. ഈ അടുത്ത് ഒരു 16 വയസ്സുള്ള പയ്യനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. വോയറിസാണ് അവൻ്റെ കംപ്ലൈൻറ്റ്. എന്താ അവൻ ചെയ്ത്? 16 വയസ്സുള്ള SLCക്ക് പഠിക്കുന്ന പയ്യൻ അടുത്ത വീട്ടിലുള്ള ബാത്റൂമിൽ ഒരു സഹോദരി കുളിക്കുന്നത് പോയിട്ട് ഒളിഞ്ഞു നോക്കി. നാട്ടുകാർ പിടിച്ചു, കൈകാര്യം ചെയ്തു, കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ആ പയ്യൻ പറയാണ്, എനിക്ക് എവിടെ ഇത് കാണുമ്പോൾ അവിടെ പോകാൻ തോന്നുകയാണ്, ക്രേസാണ്, അത് അവനക്ക് തടയാൻ പറ്റില്ല. അപ്പം വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഞാൻ അന്വേഷിച്ചപ്പോൾ അവൻ്റെ ക്ലാസ്മേറ്റ്സ്, സുഹൃത്തുക്കൾ ഇവനക്ക് പോൺ സൈറ്റ് നഗ്നമായ ചിത്രങ്ങൾ, വീഡിയോസ് കാണിച്ചു കൊടുത്തു. ഇവൻ അതിൻ്റെ ഒരു എഡിക്റ്റായി മാറിയിട്ടുണ്ട്. എഡിക്റ്റായിട്ട് എന്നും ഇത് കാണുക, മാസ്റ്റർബേറ്റ് ചെയ്യുക, ഇതാണ് അവൻ്റെ പ്രോസസ്സ്. ഇത് ഉമ്മക്കും വാപ്പക്കും അറിയില്ല. അങ്ങനെ ഒരു തലം എത്തി കഴിഞ്ഞപ്പോൾ അവനക്ക് സെൽഫ് കൺട്രോൾ വിട്ടു. പിന്നെ അവൻ്റെ മനസ്സിൽ വ്യത്യസ്ത ഭാവനകൾ വരാൻ തുടങ്ങി. ഈ 15, 16, 17 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഭാവനയുടെ ഒരു വലിയൊരു സംഭവം അവിടെ നടക്കുക. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അത് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ നമ്മൾ പോകരുത്. അപ്പോൾ ഈ കുട്ടി ആ ഒരു ആംഗിളിലാണ് അതിനെ കണ്ടത്. അവൻ പറയുകയാണ്, എനിക്ക് പകൽ 1 മണിക്കാണ് ഇത് സംഭവം. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, ബാക്കിയുള്ളവരൊക്കെ ഇത് കാണൂലേ, അറിയില്ലേ? പക്ഷേ ഇത് ചെയ്യാൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ ഇരുട്ടാവുകയാണ്. അവൻ തന്നെ പറയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ചികിത്സിക്കേണ്ടത് അവനെയാണോ സമൂഹത്തെയാണോ? അവനെ കൈകാര്യം ചെയ്ത കുറച്ച് വലിയ പോക്കരികളുണ്ടല്ലോ, വിജയം വരിച്ചു എന്നുള്ള അർത്ഥത്തിൽ ആ മാതാപിതാക്കൾ ആ നാട് വിടേണ്ട അവസ്ഥ വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ പാവങ്ങളാണ്. ആദർശ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന നല്ല മാതാപിതാക്കളുടെ മകന് ഒരു വൈകൃതത്തിൽ പെട്ടുപോയി. അപ്പോൾ ഈ വോയറിസം അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക എന്നുള്ള ഈ അവസ്ഥ അതൊരു രോഗമാണ്. എന്തുകൊണ്ടുണ്ടായി? സോഷ്യൽ മീഡിയയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ സെക്സിൻ്റെ ഒരു സൈറ്റ് പോയി സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു മഴയാണ് പിന്നെ പെയ്യുക. പിന്നെ നമുക്ക് ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും അതെന്നെ സെർച്ച് ചെയ്യാൻ നമ്മൾ വിധിക്കപ്പെടുന്നു. കാരണം ഇറ്റ് ഈസ് ബിസിനസ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അവബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ പരിഹാരം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ, ബെനിഫിറ്റ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് പറയുമ്പോൾ വേറെ പല മേഖലയിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്തായിരിക്കും ഇതുകൊണ്ടുണ്ടാവുന്നത്? അപ്പോൾ ഇതിലുണ്ടാകുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബവൽ സിസ്റ്റം, ഡൈജഷൻ അല്ലേ, ദഹന വ്യവസ്ഥിതി അത് സൂപ്പറാവും അല്ലേ. എന്നാൽ അധിക ആളുകളുടെയും പ്രശ്നങ്ങൾ വയറുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഡൈജഷൻ നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് ദഹന വ്യവസ്ഥ നടക്കുന്നില്ല. ഇപ്പോൾ പ്രോപ്പർ സെക്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജഷൻ കറക്റ്റാവും, ബവൽ സിസ്റ്റം അല്ലേ, ടോയ്ലറ്റ് പോകുന്നത് കൃത്യമാവും. അതിൻ്റെ മറ്റൊരു ബെനിഫിറ്റാണ് സ്ട്രെസ്സ് റിലീസ് ചെയ്യപ്പെടും. ഇതൊരു വലിയ ടെൻഷനാണല്ലോ അല്ലേ. കാരണം പുറത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പല രംഗങ്ങളും കണ്ട് വീട്ടിലേക്ക് വരികയാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ നീ കണ്ടുപോയി, സ്വാഭാവികമായിട്ടും എന്തുണ്ടായി? ഇഗ്നൈറ്റഡ് ആകും. അപ്പോൾ അത് പൂർത്തീകരിക്കേണ്ടത് ആരിലാണ്? ഭാര്യയിലാണ്. അതുകൊണ്ടാണ് അടുപ്പത്ത് തീ മൂട്ടുകയാണ്,
അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, ആ സമയത്താണ് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഭർത്താവ് നിന്നെ ക്ഷണിക്കുന്നതെങ്കിൽ നമ്മുടെ ഭാര്യമാരെങ്ങനെയാണ് പ്രതികരിക്കുക? എങ്ങനെ പ്രതികരിക്കുക? സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ബസ്സിൽ കണ്ടക്ടർമാരും ക്ലീനർമാരും അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ പീഡനം സഹിക്കപ്പെടുന്നത്. ഉണ്ടാവുന്നില്ലേ? ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പലരും പരാതിപ്പെടുന്ന ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മിസ്യൂസിങ്. അല്ലേ? കുട്ടികൾക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള വൾഗർ മൂവീസും വൾഗർ സീൻസും ഇവർ നിരന്തരം കാണുന്നുണ്ട്. അപ്പം അത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് വിഷ്വൽ കാണുക എന്നുള്ളത് അവന് ഇഗ്നിഷൻ ഉണ്ടാക്കും, ലൈംഗികമായ ത്വര ഉണ്ടാക്കും. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം ഏതാണെങ്കിലും അത് അവന് മൈൻഡ് ചെയ്യൂല. കാരണം അത് രോഗമാണ്, വൈറസാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ സ്ത്രീകളും ശ്രദ്ധിക്കണം. തൻ്റെ ഭർത്താവ് ലൈംഗികമായ താല്പര്യത്തിൽ നമ്മോട് കണക്റ്റഡായി സെക്സിലേക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ആരോഗ്യകരമായ പ്രശ്നങ്ങളില്ലെങ്കിൽ ആ പുരുഷന് മനസ്സിലാക്കണം, ആരോഗ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം ആ കാര്യത്തിലേക്ക് നീങ്ങാൻ. അല്ല എങ്കിൽ സഹകരിക്കുക എന്നുള്ളത് ഭാര്യയെ കൂടി ഉത്തരവാദിത്തമാണ്. ഓക്കെ സാർ, ഇനി അടുത്ത ഒരു പോയിന്റ് കൂടി ഇങ്ങനെ ഇതിൻ്റെ 1 2 ആ ഒരു ഓർഡറിൽ തന്നെ സാറ് പറയണമെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ബെനിഫിറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സഹോദരിമാർക്കും സഹോദരന്മാർക്കും. മറ്റൊന്ന്, ഒരാളുടെ ഫ്രഷ്നെസ്, അവരുടെ സ്കിൻ ഹെൽത്ത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ, ഈ ഇപ്പോൾ അധിക ആളുകളും പിന്നെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ എന്തായിട്ടുണ്ടാവും, ആകെ വയസ്സായിട്ടുണ്ടാവും, സ്കിന്നൊക്കെ ചുളിഞ്ഞിട്ടുണ്ടാവും. അല്ലേ? ഈ സംഗതി വളരെ ഭംഗിയായി ആരോഗ്യപൂർണമായി നടക്കുന്നുണ്ടെങ്കിൽ സ്കിന്നിന് ഉണർവുണ്ടാവും, അത് ചുരുങ്ങൂല. പഠനമാണ്, നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ റിസർച്ച് സ്റ്റഡീസാണ്. അപ്പോൾ സ്കിന്നിൻ്റെ ഹെൽത്ത് സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ റിങ്കിൾസ് ഉണ്ടാവില്ല. അത് ഹെൽത്ത് കെയർ ആണല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ ശ്രദ്ധ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്ന് ഏറ്റവും കൂടുതൽ പെണ്ണ് മനസ്സിലാക്കുന്നില്ല. അത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആണിന് മാത്രമല്ല, ആണിനും പെണ്ണിനും അവരുടെ ആരോഗ്യം. അല്ലേ? ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പലതിൻ്റെയും കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അല്ലേ? പ്രോപ്പറായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഒരാളോട് പക, വിദ്വേഷം, വെറുപ്പ്, അസൂയ ഇതൊന്നും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ ഒരു രോഗവും വരില്ല. രോഗം പലതും നമ്മൾ വാങ്ങിക്കൂട്ടുകയാണ്. വെറുപ്പ് കൊണ്ട്, പക കൊണ്ട്, അസൂയ കൊണ്ട്, കോപം കൊണ്ട്. കോപം എന്നുള്ളത് വല്ലാത്ത വിനയാണ്. കാരണം അത്രയധികം അഡ്രിനാലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ തന്നെ കാരണക്കാരല്ലേ, ഹദീസ് അറിയാത്തതുകൊണ്ടല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടു, സ്ത്രീകൾക്കുള്ള ക്ലാസ്സാണ്. അപ്പോൾ കോപം വന്നിട്ടുണ്ടെങ്കിലുള്ള 4 റെമഡിയൽ മെഷേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പിന്നെ തമാശയിൽ ചോദിച്ചു, കോപം വരുമ്പോൾ ഇപ്പോൾ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ 2 ആസ്പെക്റ്റും ഭൗതികമായും ആത്മീയമായും അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് ഇവിടെ മാറ്റങ്ങളുണ്ടാവും. പലതും അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോണത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ദീനീപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ ഈ നേട്ടങ്ങൾ കണ്ടിട്ടല്ല ഇതൊന്നും. ഒരിക്കലുമല്ല. പക്ഷെ ഇതുകൊണ്ടൊക്കെ ഇത്രയും നേട്ടങ്ങൾ കൂടി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. അല്ലേ? ശാരീരികമായി ഇത് ഈ നേട്ടം കിട്ടിയത് കൊണ്ടല്ല. ഇതൊക്കെ സത്യത്തില് അതിന്റെ ഔട്ട്കം ആണ്, അല്ലെങ്കിൽ അതിന്റെ പാർശ്വഫലങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ ബൈ പ്രോഡക്ട്സ് ആണ്. ഇത്രമാത്രം ബൈ റിസൾട്ട്സ് ഉണ്ടാക്കുന്ന, ഉപോൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു കർമ്മം കൂടിയാണിത്. അതാണ് തിരസ്കരിക്കപ്പെടുന്നത്. തിരസ്കരിക്കപ്പെടുന്നതിലൂടെ പിന്നീട് സംഭവിക്കുന്ന വെച്ചാൽ ശൈഥില്യങ്ങളാണ്, കുടുംബങ്ങൾ തകരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ റീൽസ് കണ്ടിട്ടുണ്ടല്ലോ, ഇന്ന് ഈ ഊഷ്മളമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. അവര് എന്താണ് ഒന്നിനും പറ്റാത്ത 14ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണെന്ന് അവരുടെ വാദം. അവർ ജീവിക്കണ്ടോ? ഇപ്പോൾ സെക്സ് ഇല്ലാതാക്കാൻ നടക്കുകയാണ്. അതായത് ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കിയിട്ട് ഹോമോസെക്സ്വാലിറ്റിയെ, ലെസ്ബിയനിസത്തെ പ്രൊമോട്ട് ചെയ്യാണ്. അല്ലേ? എന്നിട്ട് ഒരു സമാധാനത്തിൽ ജീവിക്കുമോ? ഇപ്പോൾ കുറേ രാജ്യങ്ങൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിന്നു. അല്ലേ? ഇപ്പം അവരുടെ പ്രതിസന്ധി എന്താ? ഇപ്പോൾ റിസോഴ്സ് കുറഞ്ഞു,
കുട്ടികളുണ്ടാവില്ല, യങ് ജനറേഷൻ ഇല്ല. ഇപ്പം കുട്ടികളുണ്ടാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇസ്ലാമികമായിട്ട് ചിന്തിക്കുന്നു. എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തൗഫീക്ക്? എന്താണ്? നല്ല മക്കളാണ്, അല്ലേ? ഒരാൾക്ക്, എനിക്കറിയാം ഒരുപാട് അത്തരം ഉദാഹരണങ്ങൾ. 10 മക്കളൊക്കെ ഉള്ള ഒരു UP സ്കൂൾ അധ്യാപകൻ എൻ്റെ കുടുംബത്തിൽ തന്നെ, 5 ആണും 5 പെണ്ണും. അയാളിപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞു, ഏകദേശം അവസാന കാലത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്, വളരെ പ്രൊഡക്റ്റീവാണ്. കാരണം 10 മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സാണ്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല മാനവ വിഭവശേഷിയാണ്, അല്ലേ? അവർക്ക് എന്തൊക്കെ സേവനം ചെയ്യാം. ഇപ്പോൾ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി പൈലറ്റായി. ആ മാതാപിതാക്കളുടെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെ 10 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ, 10 കുട്ടികൾ 10 പൊസിഷനിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ സമ്പത്തല്ലേ? തീർച്ചയായും. നമ്മൾ ഇതിനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത്, അതിനെ ഇഗ്നൈറ്റ് ചെയ്യാനും ഉയർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിലുപരി സെക്സിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് പറയുന്നത് മെമ്മറി ലെവൽ, ഓർമ്മശക്തി വർദ്ധിക്കും. പഠനമാണ്. ഇപ്പം ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നം എന്താണ്? മെമ്മറി ലോസാണ്. കാരണം നമ്മൾ ഗാഡ്ഗറ്റ് ഡിപ്പെൻഡൻ്റായി, അല്ലേ? മൊബൈൽ ഫോണ്, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രെയിന് ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്, മെമ്മറി ലോസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ മെമ്മറി ലോസിനുള്ള ഒരു പരിഹാരം കൂടിയാണ് എന്ത്? സെക്സ് ഇൻ്റർകോഴ്സ് ഹെൽത്തി ആവുക എന്നുള്ളത്. പഠനങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ആളുകൾ അറിയേണ്ട കുറേ പോയിന്റുകളാണ്, ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ അറിവൊന്നും ഇല്ലാതെ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്ന, അതിനെക്കുറിച്ച് അടച്ചാക്ഷേപിക്കുന്ന ആധുനിക മീഡിയകളും അതുപോലെ തന്നെ അതിലേക്ക് വെളിച്ചം വീശുന്ന റീൽസ്, ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും കുട്ടികളെയും ഇന്നത്തെ യുവതലമുറകളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ അതൊരു ജ്വരമായി, ഹരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ കുടുംബജീവിതത്തിലൂടെ, യഥാർത്ഥ ലൈംഗിക ബന്ധത്തിലൂടെ ഒരാൾക്ക് കിട്ടുന്ന ആത്മസുഖം, മനസ്സിൻ്റെ സുഖം, ഇതൊരിക്കലും പറഞ്ഞറിയിക്കാനാവാത്തത് കൂടിയാണ്. അതുകൊണ്ടുണ്ടാവുന്ന ഭൗതികമായ നേട്ടങ്ങൾ ഒരുപാടുണ്ട് എന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ പറയാം. അതായത് ഹാപ്പി ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിൻ, അതെ, അല്ലേ? നമുക്ക് സാഡ് ഹോർമോൺസും ഉണ്ട്, ഹാപ്പി ഹോർമോൺസും ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ കാര്യം ഡീൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിനാണ്, അല്ലേ? കുറേ കെമിക്കൽ കണ്ടന്റ് ആണല്ലോ നമ്മൾ. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് സെക്സ്വൽ ഇൻ്റർകോഴ്സ്. ഹെൽത്തി സെക്സ്വൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്സിറ്റോസിൻ്റെ അളവ് കൂടും, അത് കൂടും. ഹാപ്പിനെസ് ഹോർമോൺ വർദ്ധിപ്പിക്കും. അതെ, സന്തോഷം ഉണ്ടാക്കാനുള്ള ഘടകങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലേ? അതുപോലെ സാർ ഇനി അടുത്തൊരു ബെനിഫിറ്റ് പറയണെങ്കിൽ, അതുപോലെ ഈ ബോണ്ടിങ്ങും അറ്റാച്ച്മെൻറ്റും വർദ്ധിക്കും. നിങ്ങൾ പണ്ടത്തെ വല്യപ്പമാരൊക്കെ 10ഉം 13ഒക്കെ മക്കളുള്ളവരൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഞങ്ങൾ, എന്തായിരുന്നു അവർ തമ്മിലുള്ള ബോണ്ടിങ്. അപ്പം അതുണ്ടാ കുറഞ്ഞു വരും. അവർ പ്രായമായിട്ടുണ്ടെങ്കിലും അവരുടെ സെക്സ്വൽ അട്രാക്ഷനിൽ കുറവ് വന്നിട്ടില്ല, അവർ നല്ല ഇൻറ്റിമസി ഉണ്ടായിരുന്നു. ഇന്ന് എന്തായി? നമ്മുടെ മുമ്പിൽ ഗാഡ്ഗറ്റ്സും ഈ ടെക്നിക്കൽ നോഹോ വന്നതോടുകൂടി നമ്മൾ ടോട്ടലി ഡിപ്പെൻഡൻ്റായി. ഏത്? കിടന്നുറങ്ങാൻ പോകുന്ന നേരത്ത് പോലും മൊബൈൽ തലയണയ്ക്ക് വെച്ചിട്ടാണ് കിടക്കുന്നത്. പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യോ? അപ്പം ഈ മൊബൈൽ സീറോ സോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, പറയേണ്ട വാക്കതാ. നമ്മൾ ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിൻ്റെ ആളുകളായിട്ട് മാറണം. ഒരു 2, 3, 4 മണിക്കൂർ ആ സാധനം മാറ്റി വെക്കുക തന്നെ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അത് ഒരു വലിയ ബെനിഫിറ്റാണ്. അതുപോലെ ഡോപ്പമിൻ്റെ അളവ്, അല്ലേ? മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്ന, ഇപ്പോൾ പ്രണയത്തിലൊക്കെ അകപ്പെടുന്ന കുട്ടികളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്താണ്? ഡോപ്പമിനാണ്. അപ്പോൾ ഈ നല്ല ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പ് നടക്കുമ്പോൾ ഡോപ്പമിൻ്റെയും ഓക്സിറ്റോസിൻ്റെയും ഒക്കെ അളവ് കൂടുന്നു, സന്തോഷത്തിൻ്റെ ഹോർമോൺ വർദ്ധിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്, അത് വർദ്ധിക്കുന്നു. മൊത്തത്തിൽ ഇൻറ്റിഗ്രേറ്റഡ് ആണ് നമ്മുടെ ശരീരം, കോംപ്രിഹെൻസീവാണ്, സമഗ്രത ഉള്ളതാണ്. അപ്പം അത് നമ്മുടെ മൊത്തം ശരീരത്തെ ഉണർത്തും, ഡൈനാമിക് ആക്കും, എനർജറ്റിക് ആക്കും. എല്ലാ അർത്ഥത്തിലും ആ ശരീരം മനസ്സും സൂപ്പറായിരിക്കും.
അതന്നെ ബെനിഫിറ്റ്. ഇതിനേക്കാൾ വലിയ ബെനിഫിറ്റ് പിന്നെ വേറെ എന്തിനാണ് ആവശ്യമുള്ളത് അല്ലേ? എന്നിട്ട് ഈ രോഗത്തിന് പോയി ചികിത്സിച്ചുള്ള പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കണത് നിർത്താം. ഞാൻ ഓരോ ഇത് പറയല്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള ഒരു ചർച്ച നമ്മൾ നടത്തുമ്പോൾ ഇതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്നുകൾ വാങ്ങുന്ന ആളുകളായിട്ട് ഹ്യൂമൻ റിസോഴ്സ് കൂടുതലുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഇപ്പോൾ തമിഴ്നാടും കേരളവും ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ എവിടെയുള്ളത്? കേരളത്തിലാണ്. കേരളത്തിൽ അവിടെ ഉള്ളവർക്ക് രോഗമുണ്ടോ? നമ്മൾ ചിന്തിക്കണ്ടേ? ഖുർആൻ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കെന്താ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ ചിന്തിക്കില്ലല്ലോ, നമ്മളെ അനുകരിക്കുകയാണ്. അതാണ് ഈ പെട്ടിക്കട ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഈവനിങ് കഫേ. മലപ്പുറം ജില്ലയിലൊക്കെ നോക്കിയാൽ അതന്നെ കാണുന്നത്. വ്യതിരിക്തമായി ചിന്തിക്കുക എന്നുള്ള പണിയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഷമീർ സാറേ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. എല്ലാവരും ചിന്തിക്കും പോലെ നമ്മൾ ചിന്തിക്കണ്ട, വ്യതിരിക്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോഴല്ലേ പ്രൊഡക്റ്റീവും ക്രിയേറ്റീവും ആവുക. സ്വാഭാവികമായിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു കോപ്പിയിങ് ആണ്. ഒരാൾ എന്തെങ്കിലും തുടങ്ങിയാൽ അതിനെ കോപ്പി. അത് കമ്പ്യൂട്ടറും മൊബൈലും കോപ്പി ആൻഡ് പേസ്റ്റ് ആണ്. ആ ഒരു കാലത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ഈ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു. അതുപോലെ ക്രിറ്റിക്കൽ തിങ്കിങ് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കാനും നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഓടുകയാണ് എല്ലാവരും. എങ്ങോട്ടേ ഈ ഓടണേ അല്ലേ? അവസാനം പെട്ടെന്നൊരു മരണം കേൾക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഓടും അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. അതായത് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ അല്ലേ? പണം കുറേ ഉണ്ടായി, എന്നിട്ടെന്ത്? ആ പണം കൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടോ? അവിടെ ആ വീട്ടിൽ കലഹമാണ്. കാരണം കലഹിക്കുന്ന ഹോർമോണാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശരിയായിട്ടുള്ള ഹാപ്പിനെസ്സിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഘടകങ്ങൾ എന്ത് എന്ന് പഠിപ്പിക്കപ്പെടുന്നില്ല. ജീവിതം എന്താണെന്ന് തന്നെ പഠിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും നേടുന്ന വിദ്യാഭ്യാസം നമ്മൾ നേടുകയാണ്. കുട്ടികൾക്ക് സമാധാനമുണ്ടോ? പല കുട്ടികളും മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയാണ്. ഈ അടുത്തുള്ള ഒരു പഠനം തെളിയിച്ച കാര്യം എന്താ പറയുക? കൗൺസിലിംഗ് കേസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒന്ന് കൽക്കത്ത, രണ്ടാമത് പറയുന്നത് കോഴിക്കോടാണ്. ആളുകൾ ടെൻഷനിലാണ്, സ്ട്രെസ്സിലാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കല്ലേ? അപ്പോൾ ശരിയായ ഒരു ജീവിത വീക്ഷണം, ഇസ്ലാമിൻ്റെ വീക്ഷണം, അത് നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എല്ലാ തലത്തിലുള്ള പരിഹാരങ്ങളും അതിലുണ്ട്. അത് ഈ മട്ടൽമേ ചവിട്ടിയ മാതിരി ആവാതിരിക്കുക, എല്ലാ വശവും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സെക്സിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ടാബുവായി കാണാതെ ഹെൽത്തി ആയിട്ടുള്ള കാഴ്ചപ്പാട് എന്ത് എന്ന് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ മെൻസ്ട്രേഷൻ പീരീഡിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കുട്ടികൾ സ്കൂളിലും കോളേജിലൊക്കെ അനുഭവിക്കുന്നുണ്ട്. ആരോടത് ഷെയർ ചെയ്യുക? വാപ്പക്കും അറിയില്ല, ഉമ്മക്കും അറിയില്ല. കുട്ടികൾക്ക് ആരോടെങ്കിലും ചോദിക്കണ്ടേ അല്ലേ? ഇപ്പോൾ മെൻസ്ട്രേഷൻ പീരീഡിൽ കുട്ടികൾ അനുഭവിക്കുന്ന വേദന ഉണ്ട്, ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനുള്ള പരിഹാരം തേടേണ്ടവർ, കൊടുക്കേണ്ടവർ മാതാപിതാക്കളാണ്. അവർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലെങ്കിൽ, അധ്യാപകർക്കില്ലെങ്കിൽ, കുട്ടിയെ കംപ്ലൈൻറ്റ് ചെന്നിട്ട് അധ്യാപകനോട് പറയുമ്പോൾ അത് അഭിനയിക്കുകയാണ്. കുട്ടി, ഒരു പെൺകുട്ടി ഒരു ഹോസ്റ്റലിൽ ജീവിക്കുമ്പോൾ കുട്ടി അനുഭവിക്കുന്ന ഒരു പ്രശ്നം അതെൻ്റെ വെറുതെ പറയുകയാണെന്ന്. ഒരു സപ്പോർട്ട് കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. കുട്ടികൾക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന് നമ്മൾ നല്ല കേൾവിക്കാരാവണം. യഥാർത്ഥത്തിൽ കൗൺസിലിങ്ങിൽ കൂടി കിട്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ബി റെഡി ടു ബി എ ഗുഡ് ലിസണർ. ഒരാളെ കേട്ടുകൊടുക്കുക എന്നുള്ള. കേട്ടുകൊടുത്താൽ തന്നെ പല പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കപ്പെടും. അതിന് കേൾക്കാൻ ആർക്കും നേരമില്ല. കാരണം ഓരോരുത്തരെയും കുറിച്ച് നമുക്ക് മുൻധാരണയാണ് അല്ലേ? മുൻധാരണ, പ്രജുഡിസ്, ബയാസ്, അത് ഒഴിവാക്കുക. അള്ളാൻ്റെ റസൂല് പറഞ്ഞാൽ എന്താ? ഒരാളെക്കുറിച്ച് മുൻധാരണ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഒരാളെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ മുൻധാരണ ഉണ്ടാക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് നമുക്ക് വലിയ മാതൃകയല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പരിഹാരം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തതിൻ്റെ ഒരു റീസൺ കൂടിയാണ് ലാസ്റ്റായിട്ട് സർ പറഞ്ഞത്. അഥവാ ആരും പറയാൻ മടിക്കുന്ന, എന്നാൽ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ട, അതിൻ്റെ ഗുണം ജീവിതത്തിൽ ലഭിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് പീസ് റേഡിയോ സ്നേഹക്കൂടിൽ
ഇതുപോലെയുള്ള എപ്പിസോഡുകൾ നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. തീർച്ചയായും അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുമെന്നുള്ളതാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ട്, ഭാര്യയോടും മക്കളോടുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ കളി തമാശകൾ, അല്ലേ, ഭാര്യയായിട്ട് ഓട്ടമത്സരം നടത്തിയിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോൾ പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച് അയച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അത്രയും മുതിർന്ന തൻ്റെ മകളായ ഫാത്തിമയോട് ഇടപഴകിയത് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ പാഠങ്ങളാണ്. അങ്ങനെയുള്ള ഓരോ യാഥാർത്ഥ്യങ്ങളും പച്ചയായി മനസ്സിലാക്കിയാലേ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ലൈംഗിക ജീവിതം കൊണ്ട് ഉണ്ടാകുന്ന, സെക്ഷൽ ലൈഫ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകൾ, അതൊരു ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലും ഹെൽത്തി ആയിട്ട് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാണ്ടെങ്കിൽ സാർ എന്താണ് ലാസ്റ്റ് ഒരു ഫൈനൽ? നമുക്ക് മൂഡ് ഫ്ലക്ച്വേഷൻസ് ഇന്ന് കൂടുതലാണ്. മൂഡ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബാഡ് മൂഡിലേക്ക് വരിക, അല്ലേ, മൂഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, ദേഷ്യം കൺട്രോൾ ചെയ്യാം, ദേഷ്യമൊക്കെ വരും, ഇമോഷണൽ മാനേജ്. അതായത് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ, ഇമോഷൻസിനെ റൈറ്റ് പേഴ്സ്പെക്റ്റീവിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൽ കൂടി നമ്മളത് പഠിപ്പിക്കുന്നുണ്ടോ? ആരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, ഇന്നത്തെ തലമുറക്ക് അത് അറിയാനല്ല, അല്ലേ. അൻസിൽ ഉന്നാസ മനാസിലഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുതിർന്ന ആളുകളെ നിങ്ങൾ ആദരിക്കണം, റെസ്പെക്ട് ചെയ്യണം, ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനങ്ങളിൽ കുടിയിരുത്തണം. അത് കുടിയിരുത്തണമെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ കറക്റ്റഡ് ആവണ്ടേ, വാപ്പൻ്റെ ആവണ്ടേ, ഉമ്മൻ്റെ ആവണ്ടേ. ഉമ്മ ദേഷ്യത്തിൻ്റെ മൂർത്തിഭാവമായി മാറുകയാണ്, കാരണം അവൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഫാദറും ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ മാറിക്കഴിഞ്ഞാൽ നോർമലാവും. അവിടേക്കാണ് സ്പിരിച്വൽ ഹെൽത്ത് ഉണ്ടാക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളും പ്രാർത്ഥനകളും അദ്കാറുകളും ഒക്കെ നമ്മൾ ചെല്ലേണ്ടത്. ഇതും ശരിയാക്കണം, അതും ശരിയാക്കണം. ഇത് രണ്ടും ക്ലബ്ബ് ചെയ്ത് സൂപ്പറാക്കുമ്പോൾ വണ്ടർഫുൾ പെർഫോമൻസ് ഉണ്ടാവും, ജീവിതം ഹാപ്പി ആവും. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വിഷയം അതാ. അതായത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നിർദ്ദേശങ്ങളുണ്ട്, അല്ലേ. നമ്മളോട് ദുനിയാവിൻ്റെ ഓഹരി മറക്കാൻ പറഞ്ഞിട്ടില്ല. ദുനിയാവും വേണം, ആഖിറത്തും വേണം. അതുകൊണ്ടാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ, അല്ലേ. അത് നമ്മൾ ശരിക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഉംറക്ക് പോകുമ്പോൾ റുക്കുനുൽ യമാനി തൊട്ട് ഹജറുൽ അസ്വദ് വരെയുള്ള സ്പേസ്, നിങ്ങൾ ഉംറക്ക് പോവുകയാണല്ലോ, അവിടെ വെച്ച് ഈ പ്രാർത്ഥന മറക്കരുത്. കാരണം അത് റിപ്പീറ്റ് ചെയ്യണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. ഏതായിരുന്നാലും ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും നല്ല ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല ഒരു ജീവിതം പെർഫോം ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ, ഇണകളിൽ സംതൃപ്തി കരസ്ഥമാക്കി ഇഹലോകത്തിലും പരലോകത്തിലും വിജയം വരിക്കുന്നവരാക്കി അള്ളാഹു നമ്മളെല്ലാവരെയും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലും നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ സാറിനുള്ള നന്ദി. നമ്മളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പീസ് റേഡിയോ സംവിധാനങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവുമെന്നറിയാം, എന്നാലും ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും ഞാൻ പറയാറുള്ളത്, സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ശബ്ദമായി എത്തുന്നത് ഇതുപോലെയുള്ള 1-2 ആളുകൾ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ രാവും പകലും വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന, ഉറക്കം ഒഴിവാക്കി അതിരാവിലെ നേരത്തെ എഴുന്നേറ്റൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന നിസ്വാർത്ഥരായ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുകൂടി ആവശ്യപ്പെടുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.